നമ്മളെല്ലാം ഉപയോഗിക്കുന്ന തേയില എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ള ഒരു പുതിയ അറിവ് എനിക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചു. ഞാൻ വയനാട് സന്ദർശിച്ചപ്പോൾ ഇതെങ്ങനെയാണ് തേയില ഇല കട്ട് ചെയ്ത് അതിനെ ഫാക്ടറിയിൽ കൊണ്ടുവരുന്നു. ഫാക്ടറിയിൽ അതിൽ വിവിധ തരത്തിലുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ആദ്യ പ്രോസസ്സ് എന്ന് പറഞ്ഞതിൽ കട്ട് ചെയ്ത ഇലേനെ വാട്ടിയെടുക്കുക എന്നാണ്. വാട്ടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ തട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ തട്ടിലേക്ക് വളരെ ചൂടുള്ള വായു കയറ്റിവിടുന്നു. അതോടുകൂടി ആ ഇല വാടിക്കെട്ടുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ചുള്ള ജലാംശം അവർ മാറ്റി വാട്ടിയെടുക്കുന്ന ഇലയാണ് അടുത്ത കട്ടിംഗ് മെഷീനിലേക്ക് അവർ കടത്തിവിടുന്നത്. ഇവിടെ ഇത് വാടിക്കിടക്കുന്ന ഇലയാണ്. ഈ ഇല അടുത്ത മെഷീനിലൂടെ ഇത് കണ്ടോ, അത് കട്ടിംഗ് മെഷീനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് അല്പം വാടിയ ഇലയാണ്. നമുക്ക് ശരിക്കും കട്ടിങ് ചെയ്യുന്നത് കാണാൻ സാധിക്കില്ല. പക്ഷേ കട്ടിങ്ങിന് ശേഷം കട്ട് ചെയ്ത ഇലകളെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചരച്ച് അത് കണ്ടോ ഉരുളകളായിട്ട് താഴോട്ട് വീഴുന്നു. ഈ അരയ്ക്കാൻ വേണ്ടി തന്നെ പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ട്. ഓക്കെ, ആ ഓരോ മെഷീൻസിൻ്റെ ഓരോ പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. വളരെ നൈസായിട്ട് അരഞ്ഞു വരുന്നു. ഇതിനകത്ത് കമ്പും ഇലയും എല്ലാം ഉണ്ട്. അങ്ങനെ വരുന്ന കമ്പും ഇലയും എല്ലാം ചെറുതായി ഇവിടെ വരുമ്പോഴേക്കും ഒന്ന് ശരിക്കും വാടി വരും. ഇതിന് ശേഷം ഇതിനെ ഒരു നിശ്ചിത സമയത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രം പോലുള്ള ഒരു മെഷീനിലേക്ക് അവർ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് നല്ല ചൂടായിരിക്കും ഇവിടെ. ഈ ചൂടായതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിനെ അവർ വെള്ളം പമ്പ് ചെയ്ത് അതിനെ തണുപ്പിക്കുന്നതാണ് അടുത്ത പ്രോസസ്സ്. വെള്ളം പമ്പ് ചെയ്ത് അതിനെ തണുപ്പിക്കുന്നു. ഓക്കെ, ഇതോടുകൂടി ഏകദേശം പ്രോസസ്സ് കഴിഞ്ഞു. പിന്നീട് വറുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ശരിക്കും വറുത്തെടുക്കും. ഫെർമെൻറ്റേഷന് ശേഷം വറുക്കാൻ വേണ്ടി വിറക് വെച്ചാണ് അവർ തീ കത്തിക്കുന്നത്, ഫർണസ് കത്തിക്കുന്നത്. ഇതാണ് വറുത്ത തേയിലയുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഇത് ഫൈനലല്ല, ഇത് എല്ലാം ഇതിനകത്ത് പെടുന്നുണ്ട് അല്ലേ. ഇതിനകത്ത് കമ്പും ഇലയും എല്ലാം ഉണ്ട്. ഇനി ഇതിനെ ഈ ചാനലിലൂടെ കടത്തിവിട്ട് ഫിൽട്ടർ ചെയ്യുന്നു. ഓക്കെ, ഫിൽട്ടർ ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എന്നത് ഗ്രേഡിങ് ചെയ്യണം. അപ്പോൾ ഗ്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് ഇതിലൂടെ കടത്തിവിട്ട് ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കാണാം എങ്ങനെയാണ് ഗ്രേഡ് ചെയ്യുന്നത്. ഇത് വലിയ വലിപ്പമുള്ള തരികളാണ് ഇവിടെ വരുന്നത്. അത് അവർ വേസ്റ്റായിട്ട് കണക്ക് കൂട്ടുന്നു. പിന്നീട് കുറേ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഓരോ പൈപ്പിലും ഓരോ തരത്തിലുള്ള ഗ്രേഡാണ് വരുന്നത്. അങ്ങനെ ഏറ്റവും ഫൈനലായിട്ടുള്ള ഏറ്റവും നൈസായിട്ടുള്ള തേയിലയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും നൈസ് തേയിലയാണ് അവർ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതാണ് ബെസ്റ്റ് തേയില.